സത്യത്തിൽ അനുമോൾക്കും അനീഷിനും എന്തിൻ്റെയൊക്കെയാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച്, അല്ലാതെ എന്ത് പറയും. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇറക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷും അനുമോളും ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി സോഷ്യൽ മീഡിയ. അവാർഡ് ദാന ചടങ്ങിൽ പെടുത്തുകയും അനുമോളെ അനീഷ് കളിയാക്കുകയും പിന്നെ അനുമോൾ തിരിച്ച് ചീത്ത വിളിക്കുകയും പിന്നെ പ്രാവുകയൊക്കെ ചെയ്തു. ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യമാണ്. എന്നിരുന്നാലും ഇത് ഇപ്പം സംഭവിച്ച അഹങ്കാരത്തിൻ്റെ കുറവാണ്. നല്ല അഹങ്കാരത്തിൻ്റെ രണ്ടുപേരുടെയും അഹങ്കാരത്തിൻ്റെ കുറവാണ്. സത്യം പറഞ്ഞ് എന്തിൻ്റെ സൂക്കടാന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കഴിഞ്ഞു, അനുമോൾ സമ്മാനം അടിച്ചു, അനുമോൾ വീട്ടിൽ പോയി. ഇപ്പോൾ അത് കഴിഞ്ഞ് 8-9 മാസമായി. എന്നിരുന്നാലും സ്റ്റാർട്ട് ചെയ്ത അനീഷാണോ പറയാതിരിക്കാൻ പറ്റുക. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അനീഷാണ്. അത് ഫസ്റ്റ് തെറ്റാണ്. അങ്ങനെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നത്? അനുമോൾ ആ പ്രകോപനത്തിൽ ചെന്ന് ചാടുകയും ചെയ്തു. പിന്നെ അനുമോളുടെ ശൈലികളായി അനുമോൾ. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവരുടെയൊക്കെ അഹങ്കാരവും ഇവരുടെയൊക്കെ ഈഗോയും ഒക്കെയാണ്. ഇവരെ ജനങ്ങളാണ് വോട്ട് ചെയ്ത് ഇവരെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കുമല്ലേ? ജനങ്ങളെ ഒരു ഇതുപോലെ ഒരു ഇത് ചെയ്തല്ലോ. ഇവരിങ്ങനെ അടിയുണ്ടാക്കാനല്ല, ജനങ്ങൾ ബിഗ് ബോസിൽ കിടന്ന് അടിയുണ്ടാക്കും. ഓക്കെ, പുറത്തിറങ്ങിയ ശേഷം നല്ല സുഹൃത്തുക്കളായിരിക്കണം, അതാണ് ജനങ്ങളുടെ ആഗ്രഹം. ഇതിപ്പോൾ അനുമോളുടെ ഫാൻസ് ആണെങ്കിലും അനീഷിൻ്റെ ഫാൻസ് ആണെങ്കിലും ഇവരെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും ഇവർ നല്ല പോലെ ഇരിക്കണം. അല്ല ചുമ്മാ വെളിയെ ഇറങ്ങി കൊച്ചു പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഇറങ്ങി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാകും. അതാണ് ഞാൻ ചോദിച്ചാൽ എന്തിൻ്റെ കേടാണ് ഇവർക്ക്? അഹങ്കാരം, കൂടുതൽ പ്രശസ്തി, കൂടുതൽ പണം ഒക്കെ കിട്ടുമ്പോൾ മനുഷ്യനല്ലാതാവും. അത് സത്യം പറഞ്ഞാൽ തെറ്റല്ല. അത് മനുഷ്യരങ്ങനെയാണ്. അതവർ മാറും. എല്ലാവരും ഒരുപോലെ ഇരിക്കുകയല്ല. നമ്മളെ പോലുള്ള സാധാരണക്കാരൊന്നും ആർക്കും വേണ്ട. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ പറയുന്നത്. ഞാനുള്ള സത്യസന്ധമായി വീഡിയോ ഇടുന്ന ഒരു മനുഷ്യനാണ്. ഈ വെറുപ്പും വിദ്വേഷവും ഇതൊക്കെ മനുഷ്യനെ അഹങ്കാരികളും അതുപോലെ പണം ഇതൊക്കെ മനുഷ്യനെ അഹങ്കാരികളാക്കുകയുള്ളൂ. സത്യമായി പറഞ്ഞ കാര്യമാണ്. ഈ രണ്ടുപേർക്കും നല്ല അഹങ്കാരം തലയ്ക്ക് കയറിയിട്ടുണ്ട്. ഇവരെയൊക്കെ ജയിപ്പിച്ച് ഇവരെയൊക്കെ വിന്നറാക്കി ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങളാണെന്ന് ഓർക്കണം. അതുപോലും മനസ്സിലാക്കാതെയാണ് ഇവരവിടെ കിടന്നുകൊണ്ടിത്. ഇപ്പം അനുമോളെ സോഷ്യൽ മീഡിയയിൽ അല്ല എവിടെയെങ്കിലും കണ്ടു നോക്കി അനുമോളുടെ വീഡിയോ പല അഹങ്കാരമുണ്ട് അനുമോൾക്ക്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോ യൂട്യൂബിലിട്ട ആളാണ്. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണ്, അനുമോൾക്ക് നല്ല അഹങ്കാരം കയറി. നമ്മളിപ്പോൾ എന്തെങ്കിലും ചോദിച്ച് തർക്കുത്തരം പറയുക, ഭയങ്കര അഹങ്കാരം. അനുമോളെന്തോ സംഭവം എന്നുള്ള രീതിയിൽ ജനങ്ങളാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതിനിടയ്ക്ക് PR എന്നും ആളുകൾ പറയുന്നത്, അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ജനങ്ങൾ ചെയ്യാതെ PR വർക്ക് കൊണ്ട് മാത്രം ജയിക്കുകയില്ല. പിന്നെ അനീഷിനുമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അനീഷിനും പഴയ അനീഷല്ല, ആളാകെ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഈഗോ കൊണ്ടും ഇവരുടെ രണ്ടിൻ്റെ കോംപ്ലക്സ് കൊണ്ടും ഇവരുടെ അഹങ്കാരങ്ങൾ കൊണ്ടും ഒക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടായതും ഒക്കെ. ഞാൻ എന്ന വലിയ അഹങ്കാരം, ഞാനാണ് കേമൻ. അനീഷിനൊരു തോന്നലുണ്ട്, അനീഷ് ഇപ്പോഴും അനീഷാണ് വിന്നർ എന്ന്, അനുമോള അല്ല. അതിൻ്റെ ഒരു ഈഗോ ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വഴക്കുണ്ടായി. അല്ല വേറൊന്നുമല്ല. സത്യം പറയാലോ, ഇവരുടെ രണ്ടിൻ്റെ അഹങ്കാരം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് ആളുകളിട്ട് ഓരോന്നും പറയുന്നു. അപ്പോൾ എൻ്റെ കൊച്ചിയിലൂടെ അവസാനിക്കുന്ന ഇഷ്ടമുള്ള വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.